ക്രഷ് രചന നീലാംബരി, അവതരണം ഷാവുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. രാവിലെ ഒരു പിടച്ചിലായിരുന്ന ഏകക്ക് ഋതുവും ആതിരയെ അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. അവരെ ഉണർത്താതെ പതിയെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി കണ്ണാടിക്കുമ്പിൽ നിമിഷങ്ങളോളം നിന്നെങ്കിലും മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു. അലമാരയിൽ നിന്ന് ഇളം നിറത്തിലുള്ള ഒരു ലോങ് ടോപ്പും നീല ജീൻസും എടുത്തണിഞ്ഞ് മുടി ഉയർത്തി കെട്ടി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മേശപ്പുറത്തിരുന്ന സ്കൂട്ടിയുടെ ചാവിയും എടുത്ത് മറുകയിൽ ഹെൽമെറ്റും എടുത്ത് ആരോടും ഒന്നും പറയാതെ വേഗത്തിൽ പടികൾ ഇറങ്ങി. മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടിക്കരികിലെത്തിയേക ഒരു ദീർഘനിശ്വാസമെടുത്ത് നിമിഷം കണ്ണടച്ച് നിന്നു. ഇനി വൈകാൻ പാടില്ലെന്നുറപ്പോടെ അവൾ സ്കൂട്ടി റോഡിലേക്ക് ഇറക്കി കുതിച്ചു. സ്ട്രീറ്റിൽ അപ്പോഴേക്കും ജീവൻ വെച്ചിരുന്നു. ജോഗിങ്ങിന് ഇറങ്ങിയവരും മോർണിംഗ് വാക്കിന് വന്നവരും ഹെഡ്ഫോൺ ചെവിയിൽ തിരികെ പതിവ് വ്യായാമത്തിൽ മുഴുകിയവരും റോഡിലാകെ നിറഞ്ഞു. ഇടയ്ക്കിടെ സൈക്കിളിൽ സീറിപ്പായുന്നവരും വളർത്തുനായകളെ നടത്തിക്കൊണ്ടുപോകുന്നവരും ആ പ്രഭാത കാഴ്ച കൂടുതൽ ചാരുത പകർന്നു. റോഡരികിൽ ഒരു വലിയ മരത്തിന് ചൂട്ടിൽ സ്കൂട്ടി പാർക്ക് ചെയ്ത ശേഷം ഹെൽമെറ്റ് ഊരി ഹാൻഡിൽ തൂക്കിയിട്ട് ഏകപതിയെ ചുറ്റിലും കണ്ണോടിച്ചു. നല്ല മഞ്ഞു പുതച്ച അന്തരീക്ഷം, വല്ലാത്തൊരു തണുപ്പ് ശരീരത്തെ ഒന്നാകെ മൂടുന്നത് അവൾ അറിഞ്ഞു. റോഡിന്റെ ഇരുവശങ്ങളിലുമായി നിലനിൽക്കുന്ന തബീബിയ മരങ്ങൾ നിറയെ പിങ്ക് പൂക്കളാൽ പൂത്തുലഞ്ഞു നിൽക്കുകയായിരുന്നു. തന്റെ മേൽ പുഷ്പവൃഷ്ടി നടത്തുന്ന മരത്തിന് മുകളിലേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ ഫോൺ കയ്യിലെടുത്തു. ഇരുവശങ്ങളിലെ തബീബിയ പൂക്കൾക്കിടയിൽ കാണുന്ന ആകാശ ഭംഗി തന്റെ ഫോൺ ക്യാമറയിൽ പകർത്തുമ്പോൾ അവളുടെ ചുണ്ടിൽ അത്രയും മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. ശേഷം റോഡിൽ പൊഴിഞ്ഞിടക്കുന്ന പൂക്കളെ നോക്കി അടുത്ത ഫോട്ടോ കൂടി എടുക്കാൻ ഒരുങ്ങവെയാണ് അവൾ തന്റെ ഫോൺ ക്യാമറ വഴി ആ കാഴ്ച കാണുന്നത്. പിങ്ക് കളർ ഹൂഡഡ് ഹൂഡിയും ബ്ലാക്ക് പാന്റും വൈറ്റ് കളർ മാസ്കും ഷൂവും ധരിച്ച് ഓടി വരുന്നവനെ വൈരി. ഏകയുടെ കണ്ണുകൾ വിടുന്നതിനൊപ്പം അവളുടെ ചുടികളിലെ പുഞ്ചിരി പാടെ മാഞ്ഞിരുന്നു. അവൾ ആ മനോഹര ദൃശ്യം ഫോൺ ക്യാമറയിൽ ഒപ്പിയെടുക്കുമ്പോൾ ഓടി വന്നവൻ ഒരു നിമിഷം അവിടെ തറഞ്ഞു നിൽക്കുന്നത് ക്യാമറ വഴി തന്നെ അവൾ കണ്ടു. കാലുകൾ തിരിച്ചവൻ തന്റെ ദിശ മാറ്റുന്നതാണ് അവൾ ഒരു പിടപ്പോടെ ഫോൺ ജീൻസിന്റെ പോക്കറ്റിൽ തിരികൊണ്ട് വേഗത്തിൽ അവന്റെ പിന്നാലെ ഓടി. അവന്റെ ഒപ്പം ഓടിയെത്തിയവൾ തെല്ലൊരുക്കിയതപ്പോടെ വൈര്യനെ നോക്കി. ഇങ്ങനെ ഒരാൾ കൂടെയുള്ള ഭാഗം പോലും അവന്റെ ഭാഗത്തൊന്നും പ്രകടമായില്ല. മുഖം പകുതിയിൽ കൂടുതൽ മറഞ്ഞാണുള്ളത്. ആ കണ്ണുകൾ മാത്രമാണ് ആകെ പുറത്ത് കാണാൻ കഴിയുന്നത്. ഇയാളൊന്ന് നിക്ക് പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പിന്നിൽ നിന്ന് അവിടെ ആ ശബ്ദം കാതിലെത്തിയതും മുന്നോട്ട് നടന്നവൻ ചൂടുകൾ നിർത്തി പതിയെ ഒന്ന് തിരിഞ്ഞു നോക്കി. ആ തുറിച്ച നോട്ടത്തിൽ ആദ്യം അവൾ നെറ്റിയൊന്ന് ചുളിച്ചു. എന്താ ഇങ്ങനെ നോക്കുന്നേ എന്ന ഭാവത്തിൽ അവനെ തിരിച്ചു നോക്കിയെങ്കിലും അടുത്ത നിമിഷം തന്നെ എന്തോ ഓർമ്മ വന്ന പോലെ അവളുടെ കണ്ണുകൾ വിടർന്നു. ഓ സോറി, ഇയാളല്ല, വൈൻ സാറ്. സാറേ, എന്റെ പൊന്ന് സാറേ, എനിക്ക് പറയാനുള്ളത് കേൾക്കാവോ സാറേ? എവിടെ കേൾക്കാൻ? അവൻ വീണ്ടും ഓട്ടം തുടങ്ങി. പകച്ചൊരു നിമിഷം നോക്കിയതിനു ശേഷം അവൾ അവന്റെ ഒപ്പമെത്താൻ പുറകെ വെച്ച് വിട്ടു. സാർ, ഓടല് നിക്ക്! കൂവി വിളിച്ചുകൊണ്ട് അവൾ വാണം വിട്ട പോലെ ഓടിച്ചെന്ന് അവന്റെ മുന്നിലായി കയറി നിന്നു. അവന്റെ ഇരു കൈതണ്ടയിലും പിടിച്ചുകൊണ്ട് കുനിഞ്ഞു നായിക്കുന്നവളെ ഒരിക്കൽ കൂടി തുറച്ചു നോക്കിയ ശേഷം അവനവളുടെ കൈ തട്ടി മാറ്റി ഒരു വശത്ത് കൂടി ഓടാൻ ഭാവിച്ചതും അവൾ പിന്നെ അവന്റെ മുമ്പിൽ കയറി നിന്നു. വൈര്യൻ മുന്നോട്ട് പോകുമ്പോഴത്രയും അവന്റെ ദിശ ബ്ലോക്ക് ചെയ്തുകൊണ്ടിന് തിത്തൈ കളിക്കുന്നവളെ നെഞ്ചത്ത് കൈ പിണച്ച് കെട്ടി അവനൊരു നിമിഷം നോക്കി നിന്നു. വാട്ട് ഡു യു വാണ്ട്? ഗൗരവത്തോടെ ചോദിച്ചവും ആൾ കിതച്ചുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞു. എനിക്ക് നിങ്ങളെ വേണം. ഇനി ഓടാൻ വയ്യ, വയറ് വേദനിക്കുന്നു. കണ്ണുകളൊന്നും വിടർന്നെങ്കിലും അവനത് മറച്ചു പിടിച്ചുകൊണ്ട് അവളെ തട്ടിമാറ്റി മുന്നോട്ടാഞ്ഞതും പുറകിൽ നിന്നും പെണ്ണലറി. ഡോക്ടറെ! ആ ഒരൊറ്റ വിളിയിൽ വയറിൽ പിടിച്ചെട്ടിയ പോലെ നിന്നു. തിരിഞ്ഞു നോക്കാതെ ഒരു വശത്തേക്ക് തലതിരിച്ച് നോക്കി നിൽക്കുന്നവനെ അവളും ഒരു കുസൃതി ചിരിയോടെ നോക്കി. അതെ, ഇയാൾക്ക് ഗോസിപ്പ് കേൾക്കാൻ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞ്. ഇനിയും ഓടാൻ നോക്കിയാലേ സൂപ്പർ സ്റ്റാറിന്റെ മാസ്ക് വലിച്ചു പൊട്ടിച്ചൊരു കിസ്സടിച്ച് ഞാനിപ്പോൾ ആളെ കൂട്ടും. എന്നിട്ട് ഞാൻ ഉറക്കി വിളിച്ചു പോവും, ഈ സൂപ്പർ സ്റ്റാറിന്റെ ക്രഷാണെന്നും നിങ്ങളെ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കും മുമ്പ് പാഞ്ഞു വന്നതിന് അവളെ വലിച്ചെടുത്ത് ഒരു തബീബിയ മരത്തിലേക്ക് ചേർത്ത് അവളിലേക്ക് കൂടുതൽ അടുത്തു. ഇനി പറ, എന്റെ ഈ കണ്ണിൽ നോക്കി പറ. മാസ്കിന് മുകളിൽ കാണുന്നവന്റെ കണ്ണുകളിലേക്ക് ഒരു പിടച്ചിലോട് അവൾ ഉറ്റുനോക്കി. ആ നോട്ടത്തിൽ നിന്ന് കണ്ണുകളെടുക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. എന്തോ ഒരു കാന്തിക ശക്തി പോലെ ആ മിഴികൾ അവൾ അവനിലേക്ക് വലിച്ചടുപ്പിക്കുന്ന പോലെ. എന്തൊക്കെയോ വലിച്ചുവാരി പറയണമെന്ന് കരുതിയതാണ്. എന്നാൽ ഇപ്പോൾ തൊണ്ട വരണ്ട പോലെ തോന്നിയതും അവൾ അറിയാതെ ഉമിനീരിറക്കി. നെഞ്ചിനുള്ളിൽ ഹൃദയം വാരിപ്പായുന്ന ശബ്ദം അവന് പോലും കേൾക്കുമോ എന്നൊരു പേടി. സർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്നലെ സാറ് പറഞ്ഞില്ലേ എന്നെ ഇഷ്ടമാന്ന്? എനിക്ക് സാറിനെ ഇഷ്ടമാ. വൈര്യൻ, ഞാൻ അങ്ങനെ വിളിക്കുക. ഇന്നലെ എന്നോട് പറഞ്ഞ പോലെ അതുപോലെ ഞാനും. ഐ ലവ് യു വൈര്യൻ. വാക്കുകൾ പെറുക്കി കൂട്ടിയാണെങ്കിലും അധികം വെച്ച് താമസിപ്പിക്കാതെ ആ കണ്ണുകളിൽ മാറി മാറി നോക്കി പറയുമ്പോൾ അവന്റെ കണ്ണുകളുടക്കി നിന്ന് കിതപ്പോടെ വിറക്കുന്ന അവളുടെ ചുടികളിലായിരുന്നു.
തന്നെ ചുംബിക്കുമെന്ന് ഭീഷണി മുഴക്കിയ അവളുടെ അധരങ്ങൾ. അവളുടെ കണ്ണുകളെയും അധരങ്ങളെയും മാറി മാറി നോക്കിയ ശേഷം അവൻ മുഖം അവൾക്കടുത്തേക്ക് താഴ്ത്തി വെച്ചതും ഏക തന്റെ കണ്ണുകൾ പതിയെ അടച്ചു പിടിച്ചു. അവന്റെ മാസ്ക് മുഖത്ത് വരെയുന്നു. മാസ്കിന് മുകളിൽ കൂടി അവന്റെ അധരങ്ങൾ അവളുടെ അധരങ്ങളിൽ സ്പർശിക്കുന്നു അവൾ അറിഞ്ഞു. അത്രമേൽ കൊതിയോടെ അവൻ മാസ്കിനുള്ളിൽ കൂടി അവളുടെ കീഴ്ചുണ്ടിൽ പല്ലുകൾ ആഴ്ത്തുമ്പോൾ അവളുടെ കൈകൾ അവന്റെ ഇരു കൈത്തണ്ടയിലുമായി പിടിമുറുക്കി. അടുത്ത നിമിഷം വാശിയോടെ ആ പല്ലുകളുടെ മുറുക്കം കൂടിയതും നോവാൽ അവളൊന്ന് മൂളിപ്പോയി. ഞൊടിയുടെ നേരം കൊണ്ട് തന്നെ അവൻ മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി. കീഴ്ചുണ്ട് മുറിഞ്ഞിട്ടില്ലെന്നേയുള്ളൂ. ചോര തൊട്ടെടുക്കാൻ പാകത്തിന് അവൾ ചുമന്നു പോയിരുന്നു. ദേഷ്യം തീർത്തതാണ്. എന്നാൽ ഏകക്ക് അതൊട്ട് മനസ്സിലായതുമില്ല. അവന്റെ കണ്ണുകൾ അവളെ കൊത്തി വലിക്കുമ്പോൾ അവൾക്ക് തോന്നി അവന്റെ ആ സാമീപ്യവും അവന്റെ മണവും ചൂടും ചൂരുമെല്ലാം മറ്റേതോ ലോകത്തേക്ക് എത്തിച്ച പോലെ തോന്നിയ നിമിഷം അവൾ വലത് കൈ ഉയർത്തി അവന്റെ മാസ്കിൽ പതിയെ ഒന്ന് തൊട്ടു. ഒരു കിതപ്പോടെ തന്നെ മാസ്ക് പിടിച്ച് താഴ്ത്തുന്നവളെ കൗതുകത്തോടെ അവന് നോക്കി നിന്നു. ചുറ്റുമൊന്ന് നോക്കി ആരും നോക്കുന്നില്ലെന്ന് ഉറപ്പോടെ മാസ്ക് പിടിച്ച് താഴ്ത്തിയ ശേഷം അവന്റെ ചുണ്ടിലേക്കും കണ്ണിലേക്കും അവൾ മാറി മാറി നോക്കി. എന്താ? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. എന്ത് പറയണമെന്നറിയാതെ അവളൊന്ന് പകച്ചു. ഉമ്മ വേണമെങ്കിലേ നിന്നെ മറ്റവനോട് പോയി ചോദിക്കുക. പിന്നെ ഒരു കാര്യം, നിന്നോട് ഞാൻ എപ്പോഴാ ഐ ലവ് യു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത് എനിക്ക് മെസ്സേജ് അയച്ചിരുന്ന പെൺകുട്ടി നീയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാ. പക്ഷെ ആ പെൺകുട്ടി നീ ആയിരുന്നില്ലെന്ന് നീ പറഞ്ഞോടെ കാര്യങ്ങൾ അവിടെ കഴിഞ്ഞു. ഓ യാ, ആ കാര്യത്തിൽ ഞാൻ നിന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം വേണമെങ്കിൽ ആ പെൺകുട്ടി നീയാണെന്ന് പറഞ്ഞ് നിനക്കെന്റെ പ്രണയം പിടിച്ചു പറ്റായിരുന്നു. ബട്ട് നീ അത് ചെയ്തില്ല. സോ യു ആർ എ ഗുഡ് ഗേൾ, യു ഹാവ് എ ഗുഡ് ഹാർട്ട്, യു കൺവിൻസ് മീ. ഇല്ലെങ്കിൽ ഞാനിപ്പോഴും ആ പെൺകുട്ടി ഓർത്ത് വിഷമിച്ച് എൻ്റെ ലൈഫ് പാഴായി കളഞ്ഞേനെ. അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനാ ഒളിഞ്ഞിരുന്ന് മെസ്സേജ് അയക്കുന്ന ഏതൊരു പെണ്ണിന്റെ പുറകെ പോകുന്നത്? എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായി 4 കസിൻസ് എൻ്റെ വീട്ടിൽ തന്നെ ഉള്ളപ്പോ ഞാനെന്തിന് ഊരും പേരും അറിയാത്തൊരു പെണ്ണിന്റെ പുറകെ പോണം? അല്ലേ? 4 കസിൻസ് എന്ന് കേട്ടതും ഏകയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ആൾക്കതൊരു പുതിയ അറിവായിരുന്നു. ഈ പബ്ലിക് പ്രോപ്പർട്ടിക്ക് പുതിയ 4 ഭടന്മാരോ? പെണ്ണിന്റെ കോപ്രായങ്ങൾക്കാണ് പൊട്ടി വന്ന ചിരി അടക്കാൻ വേണ്ടി അവൻ പെട്ടെന്ന് മാസ്ക് മുഖത്തേക്ക് കയറ്റി വെച്ചു. വൈരിൻ, അത് ഞാൻ കള്ളം പറഞ്ഞ ഞാൻ ആ പെൺകുട്ടി ക്രഷ് എന്ന FB അക്കൗണ്ട് എൻ്റെ സത്യം. ഇയാൾക്ക് എന്നെ ഇഷ്ടാന്ന് കരുതിയ ഞാൻ ഉമ്മ പറഞ്ഞു കഴിയും മുന്നേ അവളെ തടഞ്ഞു അവൻ. നോ 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 ഏക, ഇങ്ങനെ പറഞ്ഞാൽ കയ്യിൽ വന്ന് ചേരാൻ പോകുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ച് നിന്റെ ഫ്രണ്ട്സ് നിന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടാവൂലേ? അതാണോ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ നിന്റെ ഈ മാറ്റം? അതുകൊണ്ടാണോ ഒരു കിസ് പ്രതീക്ഷിച്ചുകൊണ്ട് മാസ്ക് പിടിച്ചു താഴ്ത്തിയത്? വൈരി കലങ്ങിയ കണ്ണുകൾ തുറിച്ചുകൊണ്ട് ആൾ ദേഷ്യത്തിൽ വിളിച്ചുപോയി. അവൻ കണ്ണുകളൊന്ന് മുറുക്കി അടച്ചു തുറന്നു. ഇത്രയും കടുപ്പിക്കണമെന്ന് കരുതിയതല്ല. എങ്കിലും ഇപ്പോഴൊന്നും അവൾക്ക് പിടികൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല അവൻ. വൈരിന് അല്പം കൂടി അവളോട് ചേർന്ന് നിന്ന് ഒട്ടും തിടുക്കം കാണിക്കാതെ ആളുടെ മിഴികളിൽ നിന്നൊരു നിമിഷം പോലും നോട്ടം മാറ്റാതെ പതിയെ തന്റെ മുഖം ആളുടെ മുഖത്തോട് അടുപ്പിച്ചു. എന്താടേ നിനക്ക് പൊള്ളിയോ? ഇതേപോലെയാ എനിക്കും പൊള്ളിയത്. എന്റെ നെഞ്ചിൽ നീ കത്തി കുത്തി ഇറക്കിയതിന് നിനക്കിട്ട് ഞാൻ തരുന്നുണ്ട്. ഒരു കാര്യം ചെയ്യ, ഇപ്പൊ മോള് തിരികെ പോയി നിന്റെ ബോയ് ഫ്രണ്ടിനെ ഉമ്മ വെച്ച് പഠിക്കുക. ഈ വൈരിന്റെ ഉമ്മ വാങ്ങാനുള്ള സമയം ആയിട്ടില്ല മോൾക്ക്, കേട്ടോ? സമയമാവുമ്പോ കൃത്യസമയത്ത് ഞാൻ തന്നോളാം. പിന്നെ നീ ഇന്നലെ പറഞ്ഞൊക്കെ മാറ്റി പറഞ്ഞ് കൂടുതൽ ബുദ്ധിമുട്ടണ്ട. എന്റെ പേര് വൈരിൻ രുദ്രദേവർമ്മ എന്നാ. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാ നീ നിന്റെ അമ്മയുടെ വയറ്റിൽ കുറിച്ച ഡേറ്റ് വരെ എനിക്ക് കിട്ടും. ആ എന്നോടാ നീ കെട്ടിച്ചമച്ച കഥ പറയുന്നത്. അവിടെ ഒരു കൃതിക. ആ ഒരു നിമിഷം വെറുതെ റോഡിലേക്ക് നോട്ടമെറിഞ്ഞു. ഉള്ളിലെന്തോ അടക്കി പിടിക്കാനെന്നോണം ആഴത്തിലൊന്ന് വിശ്വസിച്ച ശേഷം പതിയെ തന്നെ മിഴികൾ വീണ്ടും ഏകയുടെ നേർക്ക് തിരിച്ചു. ഇന്നലെ ചിലത് നിന്റെ നാവുകൊണ്ട് കേൾക്കാൻ അത്രയ്ക്ക് ഞാൻ കൊതിച്ചിരുന്നു. അതാ ഞാൻ ആരാണെന്ന് പോലും ചിന്തിക്കാതെ ഇന്നലെ നിന്റെ മുന്നിൽ വന്ന് അത്രയും യാചിച്ച്. ഇന്ന് നീ പറഞ്ഞ ഐ ലവ് യു ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ നീ ഇപ്പൊ കൊതിച്ച വൈരിന്റെ ചുണ്ടിന്റെ ചൂട് മൊത്തമായി ഇന്നലെ തന്നെ ഞാൻ നിനക്ക് അറിയിച്ചേനെ. മൊത്തമായി. അവസാനം കാതിൽ രഹസ്യം പോലെ അവൻ പറഞ്ഞുകൊണ്ട് നിവർന്നു. ഏകൊരു വിറയലോടെ ചുറ്റും കണ്ണോടിച്ചു. ഇപ്പൊ കുറച്ചു പേരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ബട്ട് യു ഡോണ്ട് ഡിസേർവ് ഇറ്റ് നൗ. പോയിക്കോ പറഞ്ഞുകൊണ്ട് ആളിൽ നിന്നകുന്നവൻ വേഗത്തിൽ നടന്നു പോകുന്നു നോക്കി അവൻ അങ്ങനെ തന്നെ നിന്നു. അവൻ പറഞ്ഞതിന്റെ പൊരുൾ മൊത്തമായി ആൾക്ക് മനസ്സിലായിരുന്നില്ല. ഇങ്ങേരെന്താ ഉദ്ദേശിച്ചത്? ഇന്നലെ താൻ പറഞ്ഞ് വിശ്വസിച്ചിട്ടില്ലെന്നാണോ? അപ്പൊ എന്റെ ഐ ലവ് യു ആൾക്ക് തോന്നുമ്പോൾ ആളെ ആക്സെപ്റ്റ് ചെയ്യുന്നതാണോ? അഞ്ജലി കൂടാതെ ബാക്കി 3 കസിൻസ് ഇപ്പൊ ഇവിടുന്ന പൊട്ടിമുളച്ച്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ. ബട്ട് സ്റ്റിൽ ഐ ലവ് യു. വലതുകാൽ നിലത്താഞ്ഞ് ചവിട്ടി ഒരു ചിണുക്കത്തോടെ അവൻ പോയ വഴിയെ നോക്കി അവൾ പറഞ്ഞു.
ഫ്ളാറ്റിലെത്തി ഒരു കോഫി ഉണ്ടാക്കി കുടിച്ച ശേഷം ഒന്ന് കുളിക്കാനായി റൂമിൽ കയറിയതാണ് വൈരി. ധരിച്ചിരുന്ന ഹൂഡി ഊരി ലോണ്ടറി ബാസ്കറ്റിലിട്ട ശേഷം പാന്റിൽ കൈവച്ച സമയമാണ് കോളിംഗ് ബെൽ മുഴങ്ങുന്ന ശബ്ദം കേൾക്കുന്നത്. ഓഹ്, ആര് ഈ നേരത്ത്? വാമികയോ അഞ്ജലിയോ അമ്മയോ ആരെങ്കിലും ആവുമെന്ന് കരുതി അവൻ വേഗം ഡോറിനടുത്തേക്ക് നടക്കുമ്പോഴും മുഖത്ത് അതൃപ്തി പ്രകടമായിരുന്നു. ഡോർ തുറന്നു മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവനൊന്ന് ഞെട്ടിയെങ്കിലും പെട്ടെന്ന് മുഖത്ത് ഗൗരവം വലിച്ചുകയറ്റി വൈരി. നല്ലൊരു ഒന്നാന്തരിളിയോടെ നിൽക്കുകയാണ് ഏക. പക്ഷെ ആ നിമിഷം തന്നെ അവൻ ഡോറ് വലിച്ചടച്ചു. ഏകയുടെ മുഖം നിരാശയാൽ ചുളിഞ്ഞു. അവന്റെ പുറകെ വെച്ചുവിട്ടതാണ്. അവൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയെങ്കിലും വിടാൻ അവൾ ഉദ്ദേശിച്ചിരുന്നില്ല. പുറകെ നടന്ന് ശല്യം ചെയ്ത് എങ്ങനെയെങ്കിലും അവന്റെ പിണക്കം മാറ്റിയെടുക്കണം, അതായിരുന്നു അവളുടെ ഉദ്ദേശം. ഒപ്പം 4 കസിൻസ് എന്നവന്റെ പറച്ചിൽ അവൾ ആകെ പിടിച്ചുലച്ചിരുന്നു. വാപോയ തന്റെ വർത്തമാനം കാരണം തനിക്ക് നഷ്ടമാവാൻ പോകുന്നത് ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച തന്റെ പ്രണയമാണ്. അതും ഒരു ഭാഗ്യം പോലെ കൈവെള്ളയിൽ വന്നത് ഓർത്തുകൊണ്ട് അവൾ അടഞ്ഞു കിടക്കുന്ന ഡോറിലേക്ക് വിഷമത്തോടെയും നോക്കി. ദുഷ്ടൻ, ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല. ഓർത്തതേയുള്ളൂ. അപ്പൊ തന്നെ വാതിൽ തുറക്കപ്പെട്ടു. ഡോറിൽ താങ്ങി നിന്ന് കണ്ണുകുറിപ്പിച്ച് നോക്കിയാണ് വൈരി. ഏകയുടെ മുഖത്ത് വീണ്ടും പ്രതീക്ഷയുടെ പുഞ്ചിരി വിരിഞ്ഞ്. അകത്തേക്ക് ഇടിച്ചു കയറാമെന്ന് വെച്ചാൽ കാൽഭാഗം മാത്രം തുറന്ന ഡോറിന്റെ മുന്നിൽ നിറഞ്ഞു നിൽക്കുന്നവനെ തള്ളി മാറ്റേണ്ടി വരും. അവന്റെ തുറിച്ചുള്ള നോട്ടം അവള് പതർച്ചയുടെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടു. എന്താണീ അപ്പോഴേക്കും ഗൗരവം നിറഞ്ഞ ചോദ്യം വന്നു. എന്തോ ഇഴച്ചുള്ള അവന്റെ ആ ചോദ്യത്തിന് മുമ്പിൽ വല്ലാത്ത ധൈര്യം കിട്ടിയ പോലെ അവൾക്ക് തോന്നി. ഓപ്പോസിറ്റുള്ള ഫ്ലാറ്റ് ഡോറിലേക്ക് അവൾ തിരിഞ്ഞു നോക്കി. അടഞ്ഞു കിടക്കുകയാണ്. എങ്കിലും അങ്ങനെ ഓർത്ത് സമാധാനിക്കാൻ പറ്റില്ല. ഏത് നിമിഷവും തുറക്കപ്പെടാം. വാമികയോ അഞ്ജലിയോ ആരെയും വൈരിനെ കാണാൻ ഇപ്പുറത്തേക്ക് വരികയും ചെയ്യും. ചോദിച്ചു കേട്ടില്ലേ നീ? അവനൊരിക്കൽ കൂടി ചോദിച്ചും അവൾ അവന്റെ അടുത്തേക്ക് ഇടിച്ചു കയറി ചെന്നു. ഞാൻ അകത്തേക്ക് വന്നോട്ടെ, ഒന്ന് മാറുമോ? രണ്ടും കൽപ്പിച്ചിരുന്നവന്റെ അടുത്ത് വന്നിന്ന് ദയനീയ ഭാഗത്തിൽ അവളൊന്ന് ചോദിച്ചു. ഇല്ലെങ്കിലോ? അങ്ങനെ തന്നെ നിന്നുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു. അവന്റെ നഗ്നമായ നെഞ്ചിൽ വലത് കൈ ചേർത്ത് വെച്ച് അവളൊന്ന് പിന്നിലേക്ക് തള്ളി. അത്രയ്ക്ക് കരുത്തൊന്നും ആ കൈകൾക്ക് ഇല്ലെങ്കിൽ കൂടി മറയുന്നുമില്ലാത്ത നെഞ്ചിൽ പതിഞ്ഞ പെണ്ണിന്റെ കൈയുടെ മൃദുലത അറിയെ അവൻ അറിയാതെ പുറകിലേക്ക് ചുവട് വെച്ചു. കിട്ടിയ തക്കത്തിൽ അവൾ അകത്തേക്ക് കയറി വാതിൽ ചേർത്തടച്ച് ലോക്ക് ചെയ്തു. എന്ത് പറയണമെന്നറിയാതെ അവൾ 1-2 നിമിഷം ഞെട്ടലോട് അങ്ങനെ തന്നെ നിന്നു. അപ്പോഴാണ് അവൾ അത് ശ്രദ്ധിക്കുന്നത്. തന്റെ മുന്നിൽ നിൽക്കുന്നവൻ ഷർട്ട് ധരിച്ചിട്ടില്ല. പാതി നഗ്നമായ അവന്റെ ശരീരം കാണെ ഒന്ന് ഉമിനീരിറക്കി അവൾ ചുറ്റിലും ഒന്ന് കണ്ണോടിച്ചു. വൈരിൻ, എനിക്ക് ഞാൻ പറയുന്നൊന്ന് കേൾക്കാവോ? നിനക്ക് പറയാനുള്ളത് ഞാൻ കേട്ടതല്ലേ, അതിനുള്ള മറുപടി ഞാൻ തന്നു കഴിഞ്ഞു. ഇനി എനിക്ക് കൂടുതലായിട്ടൊന്നും കേൾക്കണമെന്നില്ല. മിഴികൾ തമ്മിൽ പിണഞ്ഞു നിന്നു. ആ നോട്ടം മുറിയാതെ തന്നെ പറയുകയാണ് ഇരുവരും. അങ്ങനെയല്ല, എനിക്ക് പണ്ടേ നിങ്ങളെ ഇഷ്ടം. നിങ്ങൾ പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ട്സ് ആരും എനിക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല. നിങ്ങളിൽ നിന്ന് എനിക്കൊരു സൗഭാഗ്യം വേണ്ട വൈരിൻ. അത് മനസ്സിലാവണമെങ്കിൽ ഞാൻ ആരാണ് നിങ്ങൾ പൂർണ്ണമായിട്ടും അറിയണം. അപ്പോഴേ എൻ്റെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഏക വാക്കുകൾ അവസാനിപ്പിച്ചു അവൻ മെല്ലെ അവളുടെ അടുത്തേക്ക് ചൂടുവെച്ചു. ഉള്ളിൽ തിളച്ചു മറിയുന്ന പ്രണയം എന്ന ലാവയാൽ തന്നിലേക്ക് അവളെ വിളക്കി ചേർക്കാൻ തോന്നുന്നൊരിഷ്ടം. പക്ഷെ അവനതൊക്കെ അടക്കി നിർത്തി. അവളുടെ ഓരോ ഭാവവും മിഴികളിൽ കോരിയെടുക്കുന്ന പോലെ അവൻ മെല്ലെ അവളെ വലം വെച്ചു. അറിയാം, നിനക്കെന്നെ പ്രേമിക്കാൻ മുട്ടി നിൽക്കുവാണെന്ന്. പക്ഷേ അതിനുള്ള സമയമായിട്ടില്ല ഏക വിശ്വനാഥൻ. ഞാൻ പറഞ്ഞില്ലേ, നീ എന്തൊക്കെ പറഞ്ഞാലും ഇനി അത്ര ഈസിയല്ല. അതിന് ഞാൻ തന്നെ വിചാരിക്കണം. ഈ വൈരിന്റെ പ്രണയം നിരസിച്ചവളാ നീ. നിനക്കത് വെറും ഒരു തമാശയായിരുന്നിരിക്കാം. പക്ഷെ എൻ്റെ പറഞ്ഞു തീരും മുമ്പേ വിശാലമായ മുതുകിൽ മൃദുലമായൊരു സ്പർശം തഴുകിയിറങ്ങി. ആ സ്പർശം ഹൃദയത്തോളം ചെന്നെത്തിയതുപോലെ അടുത്ത നിമിഷം ചലിക്കാൻ പോലും മറന്നെന്ന പോലെ അവൻ അതേ നിൽപ്പിൽ ഉറഞ്ഞു നിന്നു. വൈരിൻ അവൾ ഒരു വട്ടം വലം വയ്ക്കുമ്പോൾ അവന് മുതൽ കാണപ്പെട്ട മുറിവുണങ്ങിയ പാട് കാണെ മറ്റെല്ലാം അവൾ വിസ്മരിച്ചു പോയിരുന്നു. താൻ പിടിച്ചു തള്ളിയപ്പോൾ പിടികിട്ടാ നിലത്തേക്ക് മറന്നു വീണവന്റെ മുതുകിൽ തുളഞ്ഞുകയറി കുപ്പിച്ചിലീർത്ത മുറിവിൽ നിന്നുണ്ടായ പാടുകളാണവ എന്ന് അവൾക്ക് മനസ്സിലായതും മറ്റൊന്നും ചിന്തിക്കാതെ കയറി പിടിച്ചതാണ് ഏക. പൂർണ്ണമായും തിരിഞ്ഞു നോക്കാതെ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് മുഖം വലതുവശത്തേക്ക് തിരിച്ചു അവൻ. ആളുടെ വലത് കൈ വിരലുകൾ അവന്റെ മുതുകിലെ പാടുകളിൽ ഒന്ന് തഴുകിയതും കണ്ണുകൾ മുറുക്കി അടച്ച് അവൻ തന്റെ മുഷ്ടിയൊന്ന് ചുരുട്ടി പിടിച്ചു. സോറി. നന്നേ വിറച്ചുപോയി അവളുടെ സ്വരം. ആൾക്ക് അവിടെ നിന്ന് ചുണ്ടിയേർക്കാൻ തോന്നി. അടുത്ത നിമിഷം തന്നെ അവളുടെ കൈത്തണ്ടിൽ അവന്റെ വിരലുകൾ മുറുക്കെ ചുറ്റിപ്പിടിച്ചിരുന്നു. ഞെട്ടിലവിടെ അവൾ മുഖമുയർത്തി നോക്കിയപ്പോൾ തന്റെ മുഖമാകെ പരിധിയോടുന്ന അവന്റെ തീവ്രമായ മിഴികളിലേക്കാണ് അവളുടെ നോട്ടം ചെന്ന് തറച്ചത്. അഹങ്കാരത്തിന്റെ മൂർധന്യത്തിൽ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് താൻ ഉരുവിട്ട വാക്കുകളൊക്കെയും ആ നിമിഷം അവൻ തന്നെ മറന്നുപോയിരുന്നു. വേഗത്തിൽ അവളുടെ അരക്കെട്ടിലൂടെ കൈ ചുറ്റി തന്റെ ശരീരത്തോട് വലിച്ചു ചേർത്തു വൈരിൻ. ഏകയുടെ കൈകൾ രണ്ടും അവന്റെ ഉറച്ച മാറിടങ്ങളുടെ നഗ്നതയിലേക്ക് അമർന്നു. അടുത്ത നിമിഷം ഒരു പിടപ്പോടെ അവൾ ആ കൈകളുടെ സ്ഥാനം മാറ്റി. പ്രണയം തുറന്നു പറഞ്ഞ ശേഷമുള്ള 2 കമിതാക്കളുടെ പിടപ്പും വിറയിലും ഇരുവരിലും ഒരുപോലെ പ്രകടമായി. ക്രമം തെറ്റി ഉയരുന്ന ശ്വാസത്തെ അടക്കി നിർത്താൻ ഇരുവരും വെറുതെ ശ്രമിച്ചെങ്കിലും പ്രണയത്തിന്റെ മുമ്പിൽ ആ ശ്രമങ്ങളെല്ലാം നിഷ്ഫലമായി. കിസ് വേണോ? ഏകയുടെ മുഖത്തോട് തന്റെ മുഖമെല്ലാം ചേർത്തുകൊണ്ട് അവൾക്ക് മാത്രം കേൾക്കാവുന്ന ഒരു സ്വകാര്യം പോലെ അവൻ ചോദിച്ചു.
പറഞ്ഞറിയിക്കാനാവാത്ത പ്രണയവും കൊതിയും തിരിച്ചറിയും വിധം ഇരുവരുടെയും മിഴികൾ പരസ്പരം കോർത്തു പിണഞ്ഞു. ഇടയിൽ ഒരു വില്ലനെ പോലെ പെട്ടെന്നാണ് ഏകയുടെ ഫോൺ ശബ്ദിച്ച്. വേണ്ട എന്ന പോലെ അവനോട് ഇരുകയിൽ മുറുക്കെ പിടിച്ചു വെച്ചു. അവന്റെ കയ്യിൽ നിന്ന് തന്റെ കൈയുടെ പിടി വേഗത്തിൽ വേർപ്പെടുത്തി ബാഗിൽ നിന്നും ഫോൺ എടുത്ത് കയ്യിൽ വെച്ചു ഏക. വിവേകിന്റെ കോള് കാണെ അവൾ നെറ്റി വിളിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്തു. ഹലോ വിച്ചുട്ടാ. അങ്ങനെ വിളിക്കുമ്പോൾ അവൾ വൈരിനെ കണ്ണുകൾ ഉയർത്തി നോക്കി. നാവ് കൊണ്ട് കവിൾ ഒഴിയുന്നവന്റെ നെറ്റിയിലെ ചുളിവ് കാണെ അവൾക്ക് ചിരി പൊട്ടി. കാരണം അവന്റെ ചെള്ള പേര് അത് തന്നെയാണല്ലോ. പക്ഷെ ആ ചിരിക്ക് അധികം ആയുസില്ലായിരുന്നു. അവളുടെ മുഖത്ത് അതിശയവും സങ്കടം ഒരുപോലെ തിങ്ങി നിറഞ്ഞു. വിച്ചുട്ടാ, ചേച്ചി ഡ്യൂട്ടിയില്ല, ഞാൻ വിളിക്കാം പറഞ്ഞുകൊണ്ട് കോൾ കെട്ടിയ ശേഷം നിസ്സായഭാഗത്തിൽ വൈരിനെ നോക്കി അവൾ നിശബ്ദ യാത്ര പറഞ്ഞുകൊണ്ട് വേഗത്തിൽ തിരിഞ്ഞടന്നു. ഡോറിന്റെ അടുത്തെത്തി ഡോർ ഹാൻഡിൽ പിടിച്ചതും വൈരിന്റെ വലം കൈ ഡോറിൽ അമർന്നിരുന്നു. അവൾ മുഖം തിരിച്ചവനെ നോക്കി. വാട്ട് ഹാപ്പൻഡ്? നെറ്റി വിളിച്ചുകൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.